ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വന്നതാ. വീടും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളുമെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഹോം ടൂർ വീഡിയോയ്ക്ക് പിന്നാലെ യൂട്യൂബറുടെ വീട് കൊള്ളസംഘം എത്തി കൊള്ളയടിച്ചു. മധ്യപ്രദേശിലെ ശിവപുരി സ്വദേശിയും യൂട്യൂബറുമായ രചന ഗുജാറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. യുവതിയെയും വീട്ടുകാരെയും മുറിയിൽ പൂട്ടിയിട്ട മോഷ്ടാക്കൾ സ്വർണം ഉൾപ്പെടെ 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊള്ളയടിച്ചെന്നാണ് പരാതി. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ധനേഷ് രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ധനേഷ്, കൗതുകവും അമ്പരപ്പും പേടിയും ഉണ്ടാക്കുന്ന സംഭവം എന്താണ്, ഇതിന്റെ വിശദാംശങ്ങൾ? എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. പ്രിയരാഗ്, ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങുകയായിരുന്നവരെ വീടിന്റെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. തുടർന്നാണ് മറ്റു മുറികളിലായി സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളും കവർന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ, വലിയ വില കൊടുക്കേണ്ടി വന്നു. തുടർന്ന് ബന്ധുക്കളെത്തിയാണ് ഇവരെ മുറി തുറന്ന് രക്ഷപ്പെടുത്തിയത്. CCTV ക്യാമറയിൽ കാര്യങ്ങൾ പതിയാതിരിക്കാൻ മോഷ്ടാക്കൾ വീട്ടിലെ CCTV ക്യാമറകൾ തിരിച്ചുവെച്ചു. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? മുഖം മറച്ചെത്തിയ മോഷ്ടാവ് വടികൊണ്ട് ക്യാമറ തിരിച്ചു വെക്കുന്ന ദൃശ്യങ്ങളും ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. സാമൂഹ്യ മാധ്യമങ്ങളിൽ 1 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള രചന ഹോം ടൂർ എന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വീട്ടിൽ കവർച്ച നടന്നത്. പോലീസ് പറയുന്നത്, ഹോം ടൂർ വീഡിയോയിൽ രചന തന്റെ വീട്ടിലെ മുറികളും പരിസര പ്രദേശങ്ങളും വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളുമടക്കം വിശദമായി കാണിച്ചിരുന്നു. മറ്റൊരു വീഡിയോയിൽ തന്റെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളും വ്യക്തമാക്കി. ഈ വീഡിയോകൾ കണ്ടതിന് ശേഷമാകാം മോഷ്ടാക്കൾ കവർച്ച ആസൂത്രണം ചെയ്തെന്നാണ് പോലീസിന്റെ നിഗമനം. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഏതായാലും ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ഒരു കുടുംബത്തിന് വരുത്തിവെച്ച വിനയുടെ കഥ കൂടിയാണ് ഇപ്പോൾ ഏതായാലും മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ, രക്ഷപ്പെട്ടോ.